പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الأمين آله وأصحابه أجمعين أما بعد. പ്രിയമുള്ള ലൗദ ഖുർആൻ മാസ്റ്റേഴ്സ് അംഗങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാൻ മാസത്തിലാണ് നമ്മളുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നോമ്പ് നിർബന്ധമാക്കിക്കൊണ്ട് അൽ-ബഖറ സൂറത്തിലെ 183, 84, 85 ആയത്തുകളിലൂടെ നമുക്ക് അതിനെ പ്രതിപാദിച്ചുകൊണ്ടുള്ള ആയത്തുകൾ കാണാൻ സാധിക്കും. ഇങ്ങനെ ഇതിൽ നോമ്പ് നിർബന്ധമാക്കുന്നതോടൊപ്പം വിശ്വാസികൾ നോമ്പ് നോൽക്കാൻ നിർബന്ധമാക്കുന്നതോടൊപ്പം നോമ്പ് നോൽക്കാൻ സാധ്യമാകാത്തവർക്ക്, യാത്രക്കാർക്കും അതുപോലെ രോഗികൾക്കും നോമ്പിൽ ഇളവുണ്ട്. യാത്രക്കാർക്ക് നോമ്പ് നോൽക്കാൻ പ്രയാസമുണ്ടെങ്കിൽ, യാത്രയിൽ ക്ഷീണം അതുപോലെ തന്നെ ആരോഗ്യസ്ഥിതിക്കനുസരിച്ച് അവർക്ക് നോമ്പ് നോൽക്കാൻ സാധ്യമാകുന്നില്ലെങ്കിൽ അവർ മുദ്ദ നൽകട്ടെ. അതുപോലെ രോഗികൾക്കും ബുദ്ധി നൽകിക്കൊണ്ട് ഇതിന് ഇളവുണ്ട്. എന്നാൽ ആരോഗ്യമായ സ്ഥിതിയിലേക്ക് എത്തുകയാണെങ്കിൽ അവർ ആ നോമ്പ് നോറ്റ് വീട്ടേണ്ടതുമാണ്. അതോടൊപ്പം തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നവർ ആകുന്നതിനു വേണ്ടി ഈ നോമ്പ് നോറ്റ് വീട്ടാൻ സാധ്യമാകാത്ത പ്രായക്കൂടുതൽ ഉള്ള ആളുകളും അതുപോലെ മാറാരോഗികളും ആണെങ്കിൽ അവർക്ക് ആ നോമ്പ് നോറ്റ് വീട്ടേണ്ടതില്ല, മുദ്ദിൽ മതിയാകുന്നതുമാണ്. നമ്മൾ പോലുള്ള സ്ത്രീകൾക്ക് ഓരോ സമയത്ത് നോമ്പ് നോൽക്കാൻ പാടില്ലാത്ത സമയങ്ങളിൽ, പ്രസവ സമയത്തും അതുപോലെ ആർത്തവ സമയത്തും നോമ്പ് നോൽക്കാൻ പാടില്ലെങ്കിൽ ആ നോമ്പ് നമ്മൾ നോറ്റ് വീട്ടേണ്ടതാണ്. അതുപോലെ തന്നെ രോഗികൾ ഈ സമയത്ത് നോമ്പ് നോൽക്കാൻ പാടില്ലാത്ത സമയത്ത് മുദ്ദ് നൽകേണ്ടതാണ്. ഇങ്ങനെ മുദ്ദ് നൽകുക എന്ന് പറയുമ്പോൾ ഒരു പാവപ്പെട്ട ഒരാൾക്ക് ഒരു നേരത്തെ ഭക്ഷണം നൽകുക എന്നുള്ളതാണ് ഈ മുദ്ദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുദ്ദ് നൽകുന്നതോടൊപ്പം അവന് പിന്നീട് ആരോഗ്യം വീണ്ടെടുക്കുകയാണെങ്കിൽ നോമ്പ് നോൽക്കലും ഉത്തമമാണ് എന്നുകൂടി നമ്മളെ അള്ളാഹു ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾക്ക് മുലപ്പാൽ കൊടുക്കുന്ന കുട്ടികൾക്ക് രോഗം ഉണ്ടാകുകയാണെങ്കിൽ അവർക്കും, അതുപോലെ ഗർഭിണിയാണെങ്കിൽ അതിനുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്കും ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. ഒപ്പം ഈ നോമ്പിനെ നോറ്റുവീട്ടാൻ അവർക്ക് ആരോഗ്യം വരുന്ന സമയത്ത് ചെയ്യാൻ ഉപദേശിക്കുന്നുണ്ട്, ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. നമ്മുടെ വിശ്വാസത്തിനനുസരിച്ച് നമ്മുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ, നമ്മുടെ കർമ്മങ്ങളൊക്കെ അള്ളാഹു സാലിയായ കർമ്മങ്ങളാക്കി നമ്മെ നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടാൻ സാധ്യമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.